നമ്മുടെ ചൈത്രം ഷോപ്പിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരുടെ ആശംസകൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് എന്താണ് ആലുവക്കാരോട്? കാരണം ദിലീപേട്ടൻ്റെ ജന്മനാടും കൂടെയാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി. നമ്മൾ ആലുവക്കാർക്ക് ഈ അനില് ഇതുപോലെ ഓരോ ജംഗ്ഷനിലും ചൈത്രം എന്ന് പറഞ്ഞ കടകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആലുവക്കാരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്ത സ്വാദുള്ള, നമുക്ക് കായ്വർത്താണെങ്കിലും ചക്കവർത്താണെങ്കിലും തുടങ്ങി ഇപ്പോൾ അതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഓണക്കാലമൊക്കെ വരികയാണ്. ഇന്ന് നമുക്ക് ചൈത്രം ഹോട്ട് ചിപ്സ്, അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ഊത്, പെർഫ്യൂംസ്, കേരള സാരി, ഹാൻഡിക്രാഫ്റ്റ്സ്, ചോക്ലേറ്റ്സ്, എന്താ വേണ്ടതെന്നറിയില്ല. അതിനകത്ത് ഇല്ലാത്തൊന്നുമില്ല. അനിൽ മാത്രമില്ല അവിടെ. അനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. കാരണം അനിലിനെ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആദ്യം സ്റ്റുഡിയോ ആയിരുന്നു. സ്റ്റുഡിയോ ഉള്ള കാലഘട്ടം മുതൽ അന്ന് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ആദ്യം ചെല്ലുന്ന അനിലിൻ്റെ അടുത്തേക്കാണ്. അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അതിനുശേഷം നമ്മളെല്ലാവരും, ഞാനും ഇവിടുത്തെ MLA-യും ജോണേട്ടനും തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ കൗൺസിലർ, അതുപോലെ നമ്മുടെ നാട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അനിലിൻ്റെ വളർച്ച. ഒരു മനുഷ്യൻ വളരുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം, അധ്വാനം, അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് ഇതുപോലുള്ള പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് മുന്നോട്ടും അനിലിനത് സാധിക്കട്ടെ. ചൈത്രം വീണ്ടും വീണ്ടും വളരട്ടെ. നമ്മളെ സംബന്ധിച്ച് ആദ്യം നമുക്ക് പറവൂർ കവലയിൽ ഉണ്ടായിരുന്ന ചൈത്രം, അവിടെ നല്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പിക്കിൾസ് എല്ലാം കിട്ടും അവിടെ. അതൊക്കെ നല്ലതായതുകൊണ്ടാണ് അനിലിനെ ഇതുപോലുള്ള മുന്നോട്ടും ഇതുപോലുള്ള സംരംഭങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. തുടർന്നും നല്ല കലർപ്പില്ലാത്ത നല്ല ഭക്ഷണം തന്ന്, നല്ല ഉപ്പേരികൾ തന്ന്, നല്ല പിക്കിള് തന്ന്, എല്ലാം തന്ന് നമ്മളെ നാടിനെ, അതുപോലെ അദ്ദേഹത്തിന് വികസനം ഉണ്ടാവട്ടെ, നാടിന് വികസനം ഉണ്ടാവട്ടെ. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർന്ന് പന്തലിക്കട്ടെ. നമ്മളെല്ലാവരും ഈ സായാഹ്നത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മകൾ ബഹളുണ്ടാക്കരുത്, ഫ്ലോ പോവും. ഓക്കെ. അപ്പം എല്ലാവർക്കും, വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നന്ദി. തിരക്കിനിടയിൽ എന്ത് പ്രശ്നവും ടെൻഷനും ഉണ്ടെങ്കിലും എൻ്റെ പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. അതാണ് എനിക്ക് ഇതിനകത്ത് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ആലുവയിലെ ആൾക്കാരെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. വലിയ സന്തോഷം. ഈ സായാഹ്നത്തിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചൈത്രം, ഓൾ ദ ബെസ്റ്റ്, ഗംഭീരമാവട്ടെ. അനിൽ, ഓൾ ദ ബെസ്റ്റ്. അനിലേ, കേൾക്കുന്നോ? ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. താങ്ക് യു. പറഞ്ഞിപ്പോ കാട് കയറിയ എന്റെ പ്രായം പറഞ്ഞ കുഴപ്പമാവും. ഓക്കെ. ഇത്ര നല്ല കലാകാരൻ നമ്മുടെ ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും അറിയാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഓണം എത്തുന്നതിന് മുമ്പ് ആളെത്തില്ല. ദിലീപേട്ടൻ പോലെ ദിലീപേട്ടന് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നമ്മുടെ ചൈത്രം ഓണറായിട്ടുള്ള നമ്മുടെ അനിലേട്ടൻ ഒരു വലിയൊരു സർപ്രൈസും ഉണ്ട്. ഒരു ചെറിയൊരു പിക്ചർ ദിലീപേട്ടന് വേണ്ടിയായിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് കാണണോ? എന്താ ആലുവക്കാരായിട്ടൊരു? അതെ, വേഗം ആയിക്കോട്ടെ. എന്താണെന്നറിയോ, സൂര്യൻ ഇങ്ങനെ എല്ലാം നല്ല ചുമന്ന മുന്തിരിമുഖി ഇവർ ക്രിസ്മസ് ആക്കി അവിടെ വെക്കാനുള്ള പരിപാടിയാണ്. വേഗം തരാം, വേഗം എടുത്തോളൂ. ഇതിനൊരു പ്രത്യേകതയും കൂടെയാണ്. സ്ഫടിക ചിത്രരചനയിൽ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ കലാകാരൻ സുഹൃത്തായ ജാവൻ ചാക്കോ തയ്യാറാക്കിയ മൈ ഫാദർ ഈസ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു പിക്ചറാണ് കൊടുക്കുന്നത്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. ഇതാണ് നമ്മുടെ കലാകാരൻ. എല്ലാവരും നല്ലൊരു, ഇത്രയും വലിയൊരു സൃഷ്ടിക്ക് വേണ്ടിയായിട്ട് നല്ലൊരു കയ്യടി കൊടുക്കുക.
ഇതാരാന്നല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ? ആ, ബഹുമാനത്തിൽ അച്ഛനാണ്. നിന്റെ അച്ഛനല്ലടാ. അങ്ങനെ എൻ്റെ അച്ഛനാണ് പത്മനാഭ പിള്ള. അദ്ദേഹമായിട്ട് ഇവർക്കൊക്കെ ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. വലിയ സന്തോഷം ഇവർ അദ്ദേഹത്തെ മറന്നിട്ടില്ല എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ഫോട്ടോ എടുത്തത് ഞാനാണ്. ദിലീപിൻ്റെ വീട്ടിൽ ഞാൻ ദിലീപിൻ്റെ എടുത്ത ഫോട്ടോ ആണ്. അതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൂടി. മണ്ണിനെ സ്ഫുടം ചെയ്തെടുത്ത സ്ഫടികം എന്ന് നമ്മൾ പറയില്ലേ, സാധാരണ ചില്ല്. ആ ചില്ലിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. മനസ്സിലുദിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചിത്രം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അനി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് ദിലീപാണല്ലോ ഇനോഗ്രേഷൻ ചെയ്യുന്നത്, അപ്പോൾ ഫാദർ ഈസ് മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു ചിത്രം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ അച്ഛനായിട്ട് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പരിചയമുണ്ട്. ആളൊരു രസികനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ഇന്ന് ഈ സ്റ്റേജിൽ ഈ ആത്മാവിനൊരു ജീവൻ കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവരോടും താങ്ക്സ്. അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ആലുവ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ അതിഥികൾക്കും, കുടുംബാംഗങ്ങൾക്കും, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഒത്തിരി അധികം നന്ദി. നമ്മുടെ ഇനിയും കുറേ ചൈത്രം ഹോട്ട് ചിപ്സ് ആൻഡ് സ്പൈസസ് ഇതുപോലെ കുറേ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ആശംസിക്കുകയാണ്.